റമളാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള അത്ഭുതപ്പെടുത്തുന്ന വളരെയധികം ശ്രേഷ്ഠതകളുള്ള ഒരു നമസ്കാരം വിത്ർ നമസ്കാരം. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. വിത്ർ നമസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, വിത്ർ നമസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെ, വിത്ർ നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ എങ്ങനെ, ഏറ്റവും കൂടിയത് വിത്ർ നമസ്കാരം എത്ര റക്അത്താണ്, വിത്ർ നമസ്കാരത്തിൻ്റെ ടൈം എപ്പോഴാണ് തുടങ്ങി ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾക്കുള്ള നിവാരണം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. പുണ്യമാക്കപ്പെട്ട ഈ റമളാനിൽ നമ്മളെല്ലാവരും വളരെയധികം ജാഗ്രതയോടെ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കരിച്ചു തുടങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട അതിശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്ർ നമസ്കാരം. അതിൻ്റെ രൂപം, അതിനുശേഷം പറയേണ്ട ദുആ, ഈ വിത്ർ നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണെന്ന് എല്ലാം ഉൾപ്പെടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമാക്കി അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ. നമുക്കറിയാം, റമളാൻ അല്ലാത്ത സമയത്തും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ, സുന്നത്ത് നിസ്കാരങ്ങളിൽ അതിപ്രധാനമാണ് പരിശുദ്ധമായ വിത്ർ നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും വളരെ ഫളീലത്തുള്ള നിസ്കാരമാണ്, സുന്നത്തായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഈ വിത്ർ നിസ്കാരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. റവാത്തിബ് സുന്നത്തുകളേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ് വിത്ർ നിസ്കാരം. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. ഈ റവാത്തിബ് സുന്നത്തുകളേക്കാൾ ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. നമ്മൾ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് ഇറക്കിയിരുന്നു. ആ തറാവീഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിച്ചത് റവാത്തിബ് സുന്നത്തുകൾക്ക് ശേഷമുള്ള വളരെ പെർഫെക്റ്റായ നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. അതായത് തറാവീഹ് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്, റവാത്തിബ് ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരം. എന്നാൽ ഇവിടെ വിത്ർ നിസ്കാരത്തിൻ്റെ കേസ് വരുമ്പോൾ വിത്ർ നിസ്കാരമാണ് റവാത്തിബ് നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. കാരണം ഹനഫി മദ്ഹബിൽ ഉൾപ്പെടെ അവിടെയുള്ള മഹാന്മാരൊക്കെ പറയുന്നു, അവർക്ക് ഹനഫി മദ്ഹബിലുള്ള ആളുകൾക്ക് വിത്ർ നിസ്കാരം വാജിബാണ്, എല്ലാ ദിവസവും അവർക്ക് നിസ്കരിക്കണം. നമുക്ക് സുന്നത്താണ്, ഷാഫിഈ മദ്ഹബ് പ്രകാരം സുന്നത്താണ്. അപ്പോൾ റവാത്തിബ് നമസ്കാരത്തേക്കാൾ പെർഫെക്റ്റായ വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഈ വിത്ർ നിസ്കാരം നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിസ്കരിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ പറ്റിയ വലിയ ഒരു അവസരമാണ് പരിശുദ്ധമായ ഈ റമളാനിൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ പള്ളികളിൽ ഇശാ നമസ്കാരം, അത് കഴിഞ്ഞ് തറാവീഹ് നമസ്കാരം, അത് കഴിഞ്ഞ് വിത്ർ നിസ്കാരവും ഉണ്ടാകും. എല്ലാ പള്ളിയിലുമുണ്ട് വിത്ർ നിസ്കാരം. ആ കൂട്ടത്തിൽ നമ്മൾ വിത്ർ നിസ്കരിച്ചു പോകും. റമളാൻ അല്ലാത്തപ്പോൾ പിന്നെ നിസ്കരിക്കാറില്ല. അങ്ങനെയല്ല, റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും വളരെയധികം ശക്തിമത്തായ സുന്നത്താണ് വിത്ർ നിസ്കാരം. പിന്നെ വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, റമളാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. റമളാനിൽ മാത്രം ജമാഅത്തോടുകൂടി നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറായത്. റമളാൻ അല്ലാത്തപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത്. റമളാനിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് ചെയ്യേണ്ടത് വിത്ർ നിസ്കാരം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം. നിസ്കരിക്കൽ വളരെയധികം അത്യാവശ്യമാണ്. ഇനി വിത്ർ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് നമുക്ക് നോക്കാം. അതായത് ഇശാ നമസ്കാരത്തിന് ശേഷം ആ ടൈം മുതൽ സുബഹിയുടെ ടൈം വരെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ഈ വിത്ർ നിസ്കാരത്തിൻ്റെ സമയം ഉണ്ട്. ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള നിസ്കാരം. അതായത് ഒരു ദിവസത്തെ രാത്രിയിലെ നമസ്കാരങ്ങളിലെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിരിക്കണം വിത്ർ നിസ്കാരം. അത് ഏറ്റവും അഫ്ളലാണ്. സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യാറ്, ഇശാ നിസ്കരിക്കും, ഇശാ നിസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കരിച്ചിട്ടാണ് റമളാൻ അല്ലാത്തപ്പോൾ പോകുന്നത്. റമളാനിൽ ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യും, നമ്മൾ പള്ളികളിൽ ഉൾപ്പെടെ ആദ്യം ഇശാ നിസ്കരിക്കും, അത് കഴിഞ്ഞ് തറാവീഹ്, അത് കഴിഞ്ഞ് വിത്രും കൂടി നിസ്കരിച്ചിട്ടാണ് പിരിയുക. അങ്ങനെ നിസ്കരിക്കലും നല്ലതാണ്. പക്ഷേ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് തഹജ്ജുദ് നിസ്കാരവും കഴിഞ്ഞിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ. എന്ത്, വിത്ർ നിസ്കാരം.
അപ്പോൾ ഈ ടൈം നമ്മൾ പറഞ്ഞു, ഇശായിൻ്റെയും അതുപോലെ തന്നെ സുബഹിയുടെയും ഇടയിലുള്ള ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ, നീ എന്ത് ചെയ്യണം? വിത്ർ നിസ്കാരം ഇശാഇന് ശേഷം, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നീ നിസ്കരിച്ചിട്ട് കിടക്കലാണ് നിനക്ക് അഫ്ളൽ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞത്, ഉമറേ, നിനക്ക് ഏറ്റവും അഫ്ളൽ ഏതാണ്? വിത്ർ നിസ്കാരം സുബഹിക്ക് മുമ്പ് നിസ്കരിക്കലാണ്. കാരണം അബൂ ഹുറൈറ തങ്ങൾ എന്ന് പറഞ്ഞാൽ അല്പം ബലഹീനനായ ആളാണ്, ചിലപ്പോൾ ഉറങ്ങിപ്പോയാൻ സാധ്യതയുണ്ട്. ഉറങ്ങിപ്പോയാൽ പിന്നെ ആ വിത്ർ കിട്ടൂലല്ലോ. സുബഹിയുടെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിത്റിൻ്റെ സമയം കഴിഞ്ഞു. പക്ഷെ ഉമർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള ആളാണ്. അതുകൊണ്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം അത് തഹജ്ജുദിന് ശേഷമാണ്, അതായത് സുബഹിക്ക് മുമ്പാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആ നിസ്കാരത്തിൻ്റെ ടൈമാണ്. ഇനി നമ്മളൊന്ന് നോക്കിയാൽ ഈ നിസ്കാരം, വിത്ർ നിസ്കാരത്തിൻ്റെ റക്അത്ത് എത്രയാണ്? വിത്ർ നമസ്കാരത്തിൻ്റെ ഏറ്റവും കൂടിയ റക്അത്ത് 11 11 റക്അത്താണ് ഏറ്റവും കൂടിയത്. ഏറ്റവും കുറഞ്ഞത് 1 റക്അത്താണ്. മധ്യ നിലപാട് അനുസരിച്ച് ഏതാണ്? 3 റക്അത്ത് നിസ്കരിക്കലാണ് ഖൈർ. ഇനി ഉമ്മമാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ 3 ആയിരിക്കാം നിസ്കരിക്കുക. ഇനി 11 നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം. കൂടിയത് 11 നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും അഫ്ളലാണ്, ഏറ്റവും വലിയ കൂലിയാണ് കിട്ടുക. 1 റക്അത്ത് നമുക്ക് നിസ്കരിക്കാം. എല്ലാ ദിവസവും ഓരോ റക്അത്ത് മാത്രം വിത്ർ നിസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് കറാഹത്താണ്, അത് ഒഴിവാക്കേണ്ടതാണ്. 3 നമ്മൾ നിസ്കരിച്ചിരിക്കണം. 3 റക്അത്താണ് ഏറ്റവും കുറഞ്ഞതുമല്ല കൂടിയതുമല്ല, മധ്യനിലയിൽ നിൽക്കുന്നത്. ഇനി പറയാനുള്ളത് വിത്ർ നമസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. അതായത് നമ്മൾ ആദ്യം നിയ്യത്ത് വെക്കുകയാണ്. ഇപ്പോൾ 3 റക്അത്താണ് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് വിത്ർ നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? 3 റക്അത്ത് വിത്ർ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നല്ല, മറിച്ചോ ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈനി ലില്ലാഹി തആല. എന്താ മലയാളത്തിൽ പറയേണ്ടത്? വിത്ർ നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി, ഇമാമാണെങ്കിൽ ഇമാമായി അല്ലെങ്കിൽ മഅ്മൂമാണെങ്കിൽ ഇമാമോടുകൂടി അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ് നിയ്യത്ത്. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത്. അങ്ങനെ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുക. വീണ്ടും എഴുന്നേറ്റ് നിന്ന് വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വീണ്ടും കൈകെട്ടുക. അപ്പോൾ അങ്ങനെയാണ് നിയ്യത്ത്. അല്ലാതെ വിത്ർ നമസ്കാരം 3 റക്അത്ത് എന്ന് മൊത്തത്തിലല്ല വെക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഖൈറായിട്ടുള്ള നിയ്യത്ത് വെക്കേണ്ട രൂപം. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കുകയാണ്, വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടി ഞാൻ നമസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? വജ്ജഹ്തു ഓതൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. വജ്ജഹ്തു ആണ് ഓതേണ്ടത്. വജ്ജഹ്തു ഓതാൻ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ വജ്ജഹ്തു ഓതാനുള്ള ടൈം കുറവാണ്. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നെങ്കിലും പറയൽ സുന്നത്താണ്, പറയാതിരിക്കൽ കറാഹത്താണ്. അങ്ങനെ പറയുക, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയുക. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ അഊദു ഓതൽ സുന്നത്താണ്. അത് കഴിഞ്ഞ് ഫാത്തിഹ മുഴുവനായും ഓതുക. ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പിന്നെ സുന്നത്തായിട്ടുള്ള സൂറത്തുൽ അഅ്ലായാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഉസ്താദ്, അത് വലിയ പാടാണല്ലോ, വലിയ സൂറത്തല്ലേ. ആ സൂറത്ത് അറിയാവുന്നത് എത്രയാണോ അത്ര ഓതിയാൽ മതി. ഇനിയോ ചില ആളുകൾക്ക് സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് തുടങ്ങുന്ന അവസാനത്തെ കുറച്ച് ആയത്തുകളാണ് അറിയുന്നതെങ്കിൽ അത് ഓതിയാലും മതി. ആ സൂറത്ത് ഓതുക, സൂറത്തുൽ അഅ്ല ഓതുക. അങ്ങനെ പിന്നെ റുകൂഇലേക്ക് പോയി, ഇഅ്തിദാലിൽ വന്നു, വീണ്ടും 1ാമത്തെ സുജൂദ് പോയി, അതിൻ്റെ ഇടയിലുള്ള ഇരുത്തമിരുന്നു, പിന്നെയും 2ാമത്തെ സുജൂദ്, വീണ്ടും എഴുന്നേറ്റ് വന്നു, അല്ലാഹു അക്ബർ. എന്നിട്ടോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവിടെ അഊദു ഓതൽ സുന്നത്താണ്. അങ്ങനെ ഫാത്തിഹ പൂർണ്ണമായും ഓതുക. അത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിൽ ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ ഓതുക. അങ്ങനെ ആ 2ാമത്തെ റക്അത്ത് പൂർത്തിയാക്കുക. സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാം വീട്ടി പിന്നെ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്നിട്ട് വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വീണ്ടും കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം ഫാത്തിഹ മുഴുവനായും ഓതുക. അത് കഴിഞ്ഞ് ഓതൽ സുന്നത്തായിട്ടുള്ളത് 3 സൂറത്താണ്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് കഴിഞ്ഞ് പിന്നെ റുകൂഇലേക്ക് പോയി, പിന്നെ ഇഅ്തിദാലിൽ വന്നു,
പിന്നെ ഒന്നാമത്തെ സുജൂദ്, ഇടയിലിരുത്തം, രണ്ടാമത്തെ സുജൂദ്, അത്തഹിയാത്ത്. ഇതാണ് 3 റക്അത്ത് വിത്ർ നമസ്കാരം. പിന്നെ ഉസ്താദെ ഞങ്ങൾക്ക് ഈ സൂറത്തുകളൊന്നും അറിയില്ല. ഒരു കുഴപ്പവുമില്ല, അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. സൂറത്തുൽ അഅല തന്നെ ഓതണമെന്നൊന്നുമില്ല, അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. ഇനിയോ അറിയാവുന്ന സൂറത്ത് പറഞ്ഞാൽ ഒരു സൂറത്തും അറിയില്ല എങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും ആ സൂറത്ത് ഓതുന്ന സ്ഥലത്ത് പറയൽ പ്രത്യേകം സുന്നത്താൻ. അപ്പോൾ വിത്ർ നമസ്കാരം റമളാനിൽ ജമാഅത്തോടുകൂടി നിസ്കരിക്കൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. റമളാൻ അല്ലാത്തപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഖൈർ. പിന്നെ റമളാനിൽ 16-ാം രാവ് തൊട്ട് വിത്ർ നമസ്കാരത്തിൻ്റെ 3-ാമത്തെ റക്അത്തിൽ, നമ്മൾ പറഞ്ഞല്ലോ 3-ാമത്തെ റക്അത്തിൽ റുക്കൂഇന് ശേഷം ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ അവിടെ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് ശാഫിഈ മദ്ഹബ് അനുസരിച്ച്. അത് നമ്മൾ പള്ളികളിൽ ഉണ്ടാകും. പള്ളികളിൽ ഉസ്താദുമാർ പറയും ഇന്നത്തെ വിത്ർ തൊട്ട് നമുക്ക് കുനൂത്ത് ഉണ്ടാകും, ആരും നേരെ സുജൂദിലേക്ക് പോകരുത് എന്നൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ആ സമയത്ത് നൽകും. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരും എന്ത് ചെയ്യുക, കുനൂത്തിൻ്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 3 റക്അത്താണ് ഇപ്പോൾ വിത്ർ നിസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ വിത്ർ നിസ്കാരം നിസ്കരിച്ച് നമ്മൾ അവിടെ പായത്തന്നെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താ പറയേണ്ടത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയൽ സുന്നത്താണ് 3 പ്രാവശ്യം. അത് കഴിഞ്ഞ് വിത്ർ നമസ്കാരത്തിന് ശേഷമുള്ള ഒരു ദുആയുണ്ട്. ആ ദുആ പറയൽ വളരെയധികം ശ്രേഷ്ഠമാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന ചെറിയൊരു ദുആയാണ്. ആ ദുആ ഏതെന്നറിയോ? മഹാന്മാരായ ഉലമാക്കൾ അത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖ്തിക വഅഊദു ബിമുആഫാതിക മിൻ ഉഖൂബതിക وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഇത് വിത്ർ നമസ്കാരത്തിന് ശേഷം മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ പറഞ്ഞ ദുആയാണ്, ചെല്ലാൻ പറഞ്ഞ ദുആയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ പൊരുത്തം മുൻനിർത്തി, നിന്റെ വിദ്വേഷത്തെ തൊട്ടും നിന്റെ മഹത്തായ ദയ മുൻനിർത്തി നിന്റെ ശിക്ഷയെ തൊട്ടും നിന്റെ അറിവും നിശ്ചയവും പ്രകാരം വരുന്ന ആപത്തുകളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, നീ നിന്നെ സ്വയം സ്തുതിച്ചതുപോലെ സ്തുതി പാടാൻ എനിക്ക് കഴിവില്ല അല്ലാഹുവേ. അള്ളാഹുവിൻ്റെ ആ അദാബുകളെ തൊട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. ഈ ദുആ നമ്മൾ പറയുക. ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖ്തിക വഅഊദു ബിമുആഫാതിക മിൻ ഉഖൂബതിക وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഈ ദുആ നമ്മൾ പറയുക. ഇനി ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ വിത്ർ നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ പ്രതിഫലം മഹാന്മാർ പറഞ്ഞു തരുകയാണ്. തുടർച്ചയായിട്ട് ഈ നമസ്കാരം നിസ്കരിക്കുന്ന ഒരാൾക്ക്, വിത്ർ നമസ്കാരം റമളാനിൽ മാത്രമല്ല റമളാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അവൻ്റെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാൻ. ഈമാൻ ഇളകിപ്പോവില്ല, പാറ പോലെ ഉറച്ചു നിൽക്കും. അതായത് ഈ നമസ്കാരം സ്ഥിരമായിട്ട് ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അവർ ഫാസിഖീങ്ങളായി മാറും, തെമ്മാടികളായി മാറും. അല്ലാഹു കാക്കുമാറാവട്ടെ. തെമ്മാടികളായി മാറും, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആണും പെണ്ണും എല്ലാവരും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ർ നമസ്കാരം. പിന്നെയോ ഈ നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന രണ്ടാമതായി കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. മഹാന്മാർ പറയുന്നു ഷഹീദിൻ്റെ പ്രതിഫലമാണ് ഈ നിസ്കാരം. കൃത്യമായി എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്നത് ശുഹദാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് വിത്ർ നമസ്കാരം, അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ റക്അത്ത്, അതിൻ്റെ നീയത്ത്, ഓതേണ്ട സൂറത്ത് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കൽ വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ഈമാനിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അധികം അടിസ്ഥാനപരമായി നമുക്ക് ഈമാൻ നിലനിൽക്കാൻ ഈ നമസ്കാരം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഈ നമസ്കാരം വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തായി നമസ്കരിക്കാം. ഒറ്റക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ജമാഅത്തായി നിസ്കരിക്കൽ, ഈ റമളാനിൽ ജമാഅത്തായി നിസ്കരിക്കൽ വളരെയധികം കൂലി കിട്ടുന്ന നിസ്കാരമാണ് വിത്ർ നമസ്കാരം. അൽഹംദുലില്ലാഹ്, വിത്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യകർമ്മമായി ഇത് മാറും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നിസ്കരിക്കട്ടെ വിത്ർ നമസ്കാരം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. നാളെ മരണപ്പെട്ട് ആഖിറത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ വിത്ർ നമസ്കാരവും തറാവീഹ് നമസ്കാരവും പരിശുദ്ധമായ ഖുർആനും ഈ പുണ്യമായ റമദാനും എല്ലാം നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.